السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ള അടുത്ത മൃഗം നായയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഇദ, സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ കഹ്ഫ് ഈ 3 അധ്യായങ്ങളിലായി വിശുദ്ധ ഖുർആൻ കൽബ് എന്ന പദം അഥവാ നായ എന്ന ആ ഒരു മൃഗത്തെ സംബന്ധിച്ച് 6 പ്രാവശ്യം അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്. അതിൽ സൂറത്തുൽ കഹ്ഫില് 4 പ്രാവശ്യവും, മാഇദയിൽ 1 പ്രാവശ്യവും, അഅറാഫിൽ 1 പ്രാവശ്യവുമാണ്. നായ നമുക്കറിയാം ഐനുൻ നജസിൽ പെട്ടതാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സന്ദർശനം ഉണ്ടാവുകയില്ല എന്നും, തൊട്ടാൽ 7 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകണമെന്നും വിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നായയെ സംബന്ധിച്ച് പറഞ്ഞതിൽ വിശദീകരിക്കേണ്ട 2 സ്ഥലങ്ങളുണ്ട്. സൂറത്തുൽ അഅറാഫ് അഥവാ 7-ാം അധ്യായം 176 അല്ലാഹു തആല പറയുന്നത് ഒരു വലിയ മഹാപണ്ഡിതനെ സംബന്ധിച്ചാണ്. ആ പണ്ഡിതൻ മൂസാ നബിയുടെ കാലഘട്ടത്തിലെ പേര് കേട്ട പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളൊക്കെ തഫ്സീറുകളിൽ പല രീതിയിലായി നമുക്ക് കാണാൻ കഴിയും. ലൗഹുൽ മഹ്ഫൂലിൽ എഴുതപ്പെട്ടത് വായിക്കാൻ പ്രാവീണ്യമുണ്ട് എന്നും, അതുപോലെ ഇസ്മുൽ അഅ്ലം അറിയുന്ന ആളാണ് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ബൽഅം ബിൻ ബഅൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ആ ഒരു വലിയ മഹാപണ്ഡിതൻ ബൽഅം ബിൻ ബഅൂറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ പണ്ഡിതൻ എന്നതിനപ്പുറത്ത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന, എപ്പോൾ സർവശക്തനോട് ദുആ ചെയ്താലും ആ സെക്കൻഡിൽ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന മുസ്തജാബു ദഅവ അഥവാ ദുആക്ക് ഇജാബത്തുള്ള ഒരു വ്യക്തിയാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ വിശ്വാസികളായ സമൂഹവുമായി പരിശുദ്ധമായ ദീനി പ്രബോധനവുമായി രംഗപ്രവേശം ചെയ്യുമ്പോൾ സത്യനിഷേധികൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും മൂസാ നബിയെ ശാരീരികമായി കായികമായി നേരിടാനുള്ള എല്ലാ ശക്തിയും ചോർന്നുപോയ ആ ഒരു സമൂഹം പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കാം എന്ന വ്യാജ ചിന്തയിൽ അവരുടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കുതിര പോലും മുട്ടുകുത്തി എഴുന്നേൽക്കാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷെ കുതിരയെ മർദ്ദിച്ച് ആ മലയിലേക്ക് കയറ്റി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എതിരായിട്ട് ഭവിക്കുന്നു. ആരാണോ പ്രാർത്ഥിപ്പിച്ചത് ആ സമൂഹത്തിന് നാശമുണ്ടാകുന്നു. ഇയാളുടെ നാവ് താഴേക്ക് നീണ്ടു വരുന്നു. അവസാനം ബോധ്യപ്പെട്ടു, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു എന്ന്. അള്ളാഹു ഈ മഹാപണ്ഡിതനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ വാക്ക് മസലുഹു കമസലിൽ കൽബ്, അവൻ നായയെ പോലെയാണ് എന്നാണ്. അങ്ങനെ നായയെ പോലെയാണ് എന്ന് ദുനിയാവിന്റെ പിന്നാലെ ഓടി ഭൗതിക ലോകത്തിന്റെ ഭ്രമത്തിൽ ആദർശത്തെക്കാൾ ആമാശയത്തിന് വില കൽപ്പിച്ചപ്പോൾ ഒരു വലിയ മഹാപണ്ഡിതനെ പോലും അള്ളാഹു ഉപമിച്ചത് നായയോടാണ്. ഇനി സൂറത്തുൽ കഹ്ഫില് 18, അതുപോലെ 18-ാമത്തെ സൂക്തത്തിൽ ആ സൂറത്തുൽ കഹ്ഫിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ആദ്യം പള്ളിയുടെ വിഷയം മസ്ജിദുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മസ്ജിദ് അസ്ഹാബുൽ കഹ്ഫ്. അവർ കിടന്ന ആ ഗുഹാമുഖത്ത് ഗുഹ അടയ്ക്കപ്പെട്ടിരുന്നില്ല. കാരണം അതുകൊണ്ടാണ് സൂര്യന്റെ രശ്മികൾ അടിക്കാതിരിക്കാൻ അല്ലാഹു തആല സൂര്യന്റെ ഉദയ അസ്തമയങ്ങളെ തെറ്റിച്ചു എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവരെ തിരിച്ചും മറിച്ചും കിടത്തി, കാരണം ചിതൽ അരിക്കാതിരിക്കാൻ. അതുപോലെ ആരെങ്കിലും അകത്തേക്ക് നോക്കിയാൽ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആരെങ്കിലും അകത്തേക്ക് നോക്കുകയാണെങ്കിൽ പേടിച്ചു പോകും. കാരണം അവരുടെ കണ്ണ് തുറന്നിരിക്കാൻ. ആ ഒരു നിലയിൽ അവരിങ്ങനെ കണ്ടാൽ ഭീതി തോന്നുന്ന നിലയിലുള്ള ഒരു സാഹചര്യമാണ് അസ്ഹാബുൽ കഹ്ഫിന് ഗുഹയ്ക്കകത്തുണ്ടായത്. പക്ഷെ അല്ലാഹു തആല അതിൽ ഒരാളുടെ, ആ ഗുഹാവാസികളായ
യുവാക്കളിൽ ഒരാളുടെ വേട്ട നായ, അതിന്റെ പേര് കിത്തുമീർ എന്നാണ്. സജ്ജനങ്ങളായ അവരോടൊപ്പം ആ നായയും യാത്ര ചെയ്തു. ഗുഹയുടെ അകത്തേക്ക് കയറിയ ആ മനുഷ്യരെ കാവലായി കൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 2 മുഴക്കൈകൾ നീട്ടിവെച്ച നായയുടെ കിടത്തം, അത് വല്ലാത്തൊരു അത്ഭുതമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യഖ്തുമീർ എന്ന നായ സ്വർഗത്തിലാണെന്നും അല്ലെന്നുമൊക്കെ മുലമാക്കളുടെ ഇടയിൽ അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ല. അവിടെ ഒരു സജ്ജന സമൂഹത്തിന് കാവല് നിന്ന ഒരു നായയെ വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഭാഗത്ത് സജ്ജനങ്ങൾക്ക് വേണ്ടി കാവല് നിന്ന ഒരു മൃഗത്തെ അല്ലാഹു തആല ഉയർത്തുന്നു. മറ്റൊരു ഭാഗത്ത് ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ പരമോന്നതിയിലെത്തിയ ഒരു മഹാപണ്ഡിതൻ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ നായയോട് ഉപമിച്ചിരിക്കുന്നു. ഇങ്ങനെ 3 അധ്യായങ്ങളിലായി 6 പ്രാവശ്യം അല്ലാഹു പറഞ്ഞ ഒരു മൃഗമാണ് നായ. അല്ലാഹു കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.